പോളി തിരഞ്ഞെടുപ്പും ശൈല ടീച്ചറും തമ്മിൽ എന്ത് ബന്ധം? ആ ബാനർ അരാഷ്ട്രീയവും അപക്വവുമാണ് എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? പി എസ് സഞ്ജീവാണ്. ആരാണ് ഈ പി എസ് സഞ്ജീവ്? ഈ പി എസ് സഞ്ജീവ് എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവാണ്. എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് എന്ന് മാത്രമല്ല, മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് എസ് എഫ് ഐയുടെ. അതുപോലെ ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പി എസ് സഞ്ജീവാണ് പറയുന്നത് എന്ത്, പോളിയിലെ തിരഞ്ഞെടുപ്പും ശൈല ടീച്ചറും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പി എസ് സഞ്ജീവിനെ ഇത്രയധികം പ്രകോപിതനാക്കിയ അല്ലെങ്കിൽ അസ്വസ്ഥനാക്കിയ കാര്യം എന്താണ്? അത് ഇന്നലെ കേരളത്തിന്റെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും പോളിടെക്നിക് കോളേജുകളിലൊക്കെ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ സ്റ്റുഡൻസ് യൂണിയനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മട്ടന്നൂരിലെ കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ അടപടലം മൂഞ്ചി എന്ന് മാത്രമല്ല, ഇത്രയും നാൾ കുത്തകയാക്കി വെച്ചുകൊണ്ടിരുന്ന യൂണിയൻ ഭരണം നഷ്ടപ്പെട്ടു എസ് എഫ് ഐക്ക്. അവിടെ കെ എസ് യുവിന്റെ വിദ്യാർത്ഥി യൂണിയൻ അവിടെ ഭരണത്തിലേറി എന്നുള്ളതാണ്. ആ ഭരണത്തിൽ അവിടുത്തെ വിജയവുമായി ബന്ധപ്പെട്ട് കെ എസ് യു മട്ടന്നൂർ ടൗണിൽ നടത്തിയ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. ആ ആഹ്ലാദ പ്രകടനത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾ പിടിച്ചു നടന്ന ആ ഒരു ബാനറാണ് എന്നുള്ളതാണ്. ആ ബാനർ എന്താണ്? ഹേ ഷൈ 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 എന്ന് പറഞ്ഞാൽ നാണം, ലജ്ജ. ഹേ ഷൈ ലജ്ജേ, നിങ്ങൾക്കെതിരാണ് ഈ വിധി. മട്ടന്നൂരിലെ എസ് എഫ് ഐ സമാധിയായി എല്ലാ കലാലയങ്ങളിലും ഇനി കെ എസ് യു വാഴും എന്നാണ് ആ ബാനർ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ബാനറുമായി ബന്ധപ്പെട്ട ഈ ബാനറുമായി ബന്ധപ്പെട്ട് പി എസ് സഞ്ജീവ് അത് അരാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. അരാഷ്ട്രീയമാണ്, മര്യാദകേടാണ്, പക്വതയില്ലായ്മയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്തം കമ്മി കരയുകയാണ്. അടിമകൾ കരയാൻ വിധിക്കപ്പെട്ടവരാണല്ലോ കുറെ നാളുകളായിട്ട്. ക്യാപ്സ്യൂളുകൾ യൂണിവേഴ്സിറ്റി വഴി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കുന്ന ക്യാപ്സ്യൂളുകളും വിഴുങ്ങിക്കൊണ്ട്, വെള്ളം തൊടാതെ ആ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് ഇരുന്ന് കരയലായിരുന്നു ഈ അന്തം കമ്മികളുടെ കുറെ നാളത്തെ ജോലി എന്ന് പറയുന്നത്. ഇപ്പോ ഈ പറയുന്ന പോളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈല ടീച്ചറുടെ ഹേ ഷൈ ലജ്ജേ, നിങ്ങളുടെ ഈ പറയുന്ന അധികാരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ അസ്വസ്ഥനാവുകയാണ് പി സഞ്ജീവ്. അപ്പോൾ പി സഞ്ജീവ് പറയുന്നത് ഇത് പക്വതയില്ലായ്മയാണ്, അതുപോലെ ഇത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല, ഇത് അരാഷ്ട്രീയമാണ് എന്നാണ് പി സഞ്ജീവ് പറയുന്നത്. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്തിന് നാഷണൽ ഹൈവേ തകർന്ന് വീണാൽ പോലും അതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? ഒന്നില്ലെങ്കിൽ വി ഡി സതീശനാണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ്. വടകരയിൽ തോറ്റതിൽ പിന്നെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഈ പറയുന്ന ഷാഫി പറമ്പിലാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ സംഭവിക്കുന്ന പിണറായി വിജയന്റെ തോൽവികളുടെ കാരണക്കാരൻ പോലും ഷാഫി പറമ്പിലാണ്. അങ്ങനെയാണല്ലോ സഖാക്കൾ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇത്രയും കാലം അത് തന്നെയാണ് പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ കെ ശൈലജ ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടിയതിൽ പിന്നെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഒന്നില്ലെങ്കിൽ ഷാഫി പറമ്പിലാണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശനാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സ്വർണ്ണപ്പാളികള് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് പലരും ഈ പറയുന്ന സഖാക്കള് പലരും പറയുന്നത് കേട്ടു, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന വി ഡി സതീശന്റെ ബിനാമിയാണ് എന്ന്. ഒന്നില്ലെങ്കിൽ വി ഡി സതീശൻ, അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്തിന് ഈ പി സഞ്ജീവിന്റെ വീട്ടിലെ പൂച്ച പട്ടി കുരക്കുന്നതിനും പൂച്ച കരയുന്നതിനും പൂച്ച വട്ടം ചാടുന്നതിനും പട്ടി ഓരിയിടുന്നതിനും ഒക്കെ കാരണക്കാരൻ ഒന്നില്ലെങ്കിൽ ഷാഫി പറമ്പിലാണ്, അല്ലെങ്കിൽ വി ഡി സതീശനാണ്. ഇത്രയും നാൾ എസ് എഫ് ഐയുടെ ഈ പറയുന്ന അടിമകൾക്ക് അങ്ങനെ ആയിരുന്നു കാര്യം. പക്ഷേ മട്ടന്നൂരിലെ പോളിയിലെ തോൽവിക്ക് ഈ പറയുന്ന ശൈലജയോട് കെ എസ് യുക്കാർ പറയുന്നു, ഹേ ശൈലജേ, നിങ്ങൾക്കെതിരാണ് ഈ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമില്ലായ്മയാണ്, അത് പക്വതയില്ലായ്മയാണ്, അത് മര്യാദയില്ലായ്മയാണ്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ഈ അടിമകൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഇങ്ങനെ വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഏത്? നിയമസഭയിൽ ഈ പറയുന്ന പിണറായി രാജാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, അതുപോലെ ഏഷ്യാനെറ്റിന്റെ 30ാം വാർഷിക ആഘോഷിക്കുന്ന ആ വേദിയിലും പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളാണ്. മുട്ടിലിഴയുന്നവരും സ്തുതി പാടകരുമായ കുറെ എണ്ണം. അത് തന്നെയാണ് ഇവറ്റകളുടെ അവസ്ഥ. ഇത്രയും നാൾ എല്ലാത്തിൻ്റെയും കാരണക്കാരാക്കി ഷാഫി പറമ്പിലിനെയും വി.ഡി. സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും ഒക്കെ വേട്ടയാടുമ്പോൾ ഇവർക്ക് ഈ അരാഷ്ട്രീയമൊന്നും ഉണ്ടായില്ല. പച്ച നുണകളും ഈ പറയുന്ന പൊള്ളയായ വാദങ്ങളും സമൂഹത്തിലേക്ക് പടച്ചുവിടുമ്പോൾ ഈ പറയുന്ന വാദങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോ ഈ പറയുന്ന മട്ടന്നൂരിലെ തോൽവി നിങ്ങൾക്കെതിരാണെന്ന് ശൈലജയോട് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് അരാഷ്ട്രീയമാണ്, അത് പക്വതയില്ലായ്മയാണ്. എന്ത് ജന്മങ്ങളാണോ നിങ്ങളൊക്കെ? എന്ത് ജന്മങ്ങളാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറവൂരിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ പറവൂരിൽ വിവാദത്തിന് തൊട്ട് പിന്നാലെ അവിടെ CPM ഒരു പെൺ സംഗമം നടത്തിയിരുന്നു. ആ സംഗമ വേദിയിൽ പോലും കെ ശൈലജ പറഞ്ഞത്, വടകരയിൽ എന്നെ തോൽപ്പിച്ചത് പറയുന്ന കാന്തപുരത്തിന്റെ ലെറ്റർ പാഡിൽ വ്യാജ ലെറ്ററുകൾ ഉണ്ടാക്കി UDFന്റെ വീട്. ഈ ശൈലജ പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലായില്ല. ശൈലജ എന്ന് പറഞ്ഞതാ UDFന്റെ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. UDFന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ ശൈലജ നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നത്? എസ്പെഷ്യലി വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് UDFന്റെ വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് വോട്ട് ലഭിക്കില്ല. അത് 100 അല്ല, 10,000% ഉറപ്പാണ്. അത് ശൈലജക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും പൊള്ളയായ വാദങ്ങൾ പറയാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഷാഫി പറമ്പിലാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശനാണ്. ഇവര് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഇവര് മൂന്നും ഒന്നാണ് എന്നാണല്ലോ എപ്പോഴും പറയുന്നത്. അപ്പോ ഇത്തരത്തില് വാദങ്ങൾ നിരത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇവരെയൊക്കെ ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ ഒന്നുമില്ലാത്ത പക്വതയും രാഷ്ട്രീയവും മര്യാദയും ഒക്കെ ഇപ്പൊ എവിടെ നിന്നാണാവോ ഈ പി സഞ്ജീവിന് വന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ പി സഞ്ജീവ് മുമ്പൊരുവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? SFI CPIയുടെ അല്ലെങ്കിൽ CPMന്റെ പോഷക സംഘടനയല്ല എന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇപ്പോഴും എനിക്ക് മാത്രമല്ല, അത് കേട്ട പലർക്കും മനസ്സിലായിട്ടില്ല. ഈ പി സഞ്ജീവ് പറഞ്ഞതാട്ടോ. അത് ഈ പി സഞ്ജീവിനെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഒന്ന് ഓർത്തു പോയതാ. അപ്പോ വടകരയിലെ തോൽവിക്ക് ശേഷം ആകെ അസ്വസ്ഥരാണ് ഈ അടിമക്കൂട്ടങ്ങൾ എന്നുള്ള കാര്യത്തിൽ. ഈ അന്തംഗമ്മികൾ ആകെ അസ്വസ്ഥരാണ്, രോഷാകുലരാണ്. അസ്വസ്ഥത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അസ്വസ്ഥതയിൽ പലപ്പോഴും നമുക്ക് രോഷം വരാറില്ല, ദേഷ്യം വരാറില്ല, നമുക്ക് ഒരാളോട് പക തോന്നാറില്ല, ഒരാളോട് വൈരാഗ്യം തോന്നാറില്ല. അസ്വസ്ഥതയായിട്ട് നിൽക്കും. പക്ഷേ അന്തംഗമ്മികളെ സംബന്ധിച്ചിടത്തോളം ഈ വടകരയിലെ തോൽവിക്ക് ശേഷം അവർ രോഷാകുലരാണ്, അവർ അസ്വസ്ഥരാണ്, അവർ പകയുള്ളവരാണ്, അവർ എന്താ പറയുക വൈരാഗ്യമുള്ളവരാണ്, ഇതൊക്കെയുള്ളവരാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതിഫലനമാണ് നമ്മൾ പേരാമ്പ്രയിൽ കണ്ടത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലെ മൂക്കൊടിച്ച് പൊട്ടിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം ഷാഫിയെയും വി.ഡി. സതീശനെയും ക്രൂശിച്ചുകൊണ്ട് നടന്നവർക്ക്, അവരാണ് ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കുമുള്ള കാരണക്കാർ അവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ പറയുന്ന അടിമകൾക്ക് ഇപ്പൊ ശൈലജയെ തൊട്ടപ്പോൾ പുള്ളി, ശൈലജയെ തൊട്ടപ്പോൾ പൊള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, അത് പൊള്ളിയിട്ട് കുറെ കാലമായി. ആ മുറിവാണെങ്കിൽ അങ്ങോട്ട് ഉണങ്ങുന്നുമില്ല. പൊള്ളി എന്ന് മാത്രമല്ല, വടകരയിലെ തോൽവി ഇവരെ പൊള്ളിച്ചു എന്ന് മാത്രമല്ല, ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനത്തെ അന്തംഗമ്മികൾ ഇപ്പൊ ന്യായീകരിക്കുകയാണ്. ന്യായീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം, ഇങ്ങനെ അടിമയായിട്ട് ഒരു ജന്മം മുട്ടിലിഴയുന്നവരായിട്ട് എന്തിനാണ് ജീവിച്ചു തീർക്കുന്നത് ഒരായുസ്? ഇതിനും നല്ലത് വേറെ എന്തൊക്കെയുണ്ട്. ഞാൻ പറയുന്നില്ല വേറെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാതെ, പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇവറ്റകളുടെ അവസ്ഥ. മട്ടന്നൂരിലെ ആ സമീപ പ്രദേശങ്ങളിലെ എല്ലാ കോളേജുകളിലും പോളിടെക്നിക്കുകളിൽ എല്ലായിടത്തും SFIയുടെ ഈ പറയുന്ന ആ ഒരു വിജയം അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തോൽവി രുചിച്ച് കോട്ടകളൊക്കെ തകർന്നു പോയി, നഷ്ടപ്പെട്ടു, കോട്ടകൾ കയ്യിൽ നിന്ന് പോയി. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
ഫലം വന്നു കഴിഞ്ഞപ്പോൾ SFI 8 നിലയിൽ പൊട്ടി. ഏതുപോലെ വടകരയിൽ KK ശൈലജ ഷാഫി പറമ്പിലിനോട് 1,14,506 വോട്ടിന് പൊട്ടി തരിപ്പണമായതുപോലെ SFIയും പൊട്ടി. എല്ലാ കോളേജുകളിലും പൊട്ടി, 8 നിലയിൽ പൊട്ടി. ഇതിന്റെയൊക്കെ ഉത്തരവാദി ആരാ? ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ പറയുന്ന PS സഞ്ജീവൻ അടക്കമുള്ള ആളുകൾക്കാ. അപ്പോ അവർക്ക് പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനും ഒന്നുമില്ല. ആകെ ഉള്ളത് എന്താ? ഈ പറയുന്ന ശൈലജയെ ഇതിലേക്ക് കൊണ്ടുവരണ്ട എന്നാ പറയുന്നത്. ഏതുപോലെ ഷാഫി പറമ്പിലിനെയും VD സതീശനെയും ഒക്കെ എല്ലാത്തിൻ്റെയും കാരണക്കാരായി അപകീർത്തിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ തോട്ടും ഈ ചിന്തയും ഒന്നും ഇവർക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത.